2 മുട്ട എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഫ്രീസറിൽ 3 മണിക്കൂറോളം വെച്ച് കൊടുക്കുന്നുണ്ട്. 3 മണിക്കൂറിൽ അധികമായാലും 3 മണിക്കൂറിൽ കുറയരുത്. എന്നിട്ട് നമുക്കത് അടച്ചു കൊടുക്കാം. 3 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ അതിലൊരു വിള്ളലൊക്കെ വീണിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് ആ വിള്ളൽ വീണ ഭാഗത്ത് നിന്ന് തൊലി കളഞ്ഞെടുക്കാം. അന്നേരം വേഗം തൊലി കളഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ കുറേ ടൈം പിടിക്കും. പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടും. ഒരു കൗതുകത്തിന് വേണ്ടി ഇത് ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ എപ്പോഴും ഉണ്ടാക്കിയാൽ ഇത് ആരോഗ്യത്തിന് മോശമാണ്. കുട്ടികൾക്ക് ഇതുപോലെ ആക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല സന്തോഷമാവും. രണ്ടും കൂടി തൊലി കളഞ്ഞെടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചെയ്യണേ, മറക്കല്ലേ. ഇത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടാക്കി കൊടുക്കണം. എത്രയാണെന്ന് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ടാക്കി എടുക്കാം. ഞാനൊരു 4 പീസാണ് കട്ടാക്കി എടുക്കുന്നത്. കട്ടാക്കിയ ഉടനെ തന്നെ കൊണ്ടുപോയിട്ട് ബുൾസൈയാക്കി എടുക്കണം, അല്ലെങ്കിൽ അലിഞ്ഞു പോകും. ഇതിപ്പോൾ നല്ല കട്ട പിടിച്ചിട്ടാണുള്ളത്. 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തവ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാ ഭാഗത്തും എത്തിച്ചിട്ട് ഈ 4 മുട്ട പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കാണാൻ ഭംഗി ഇങ്ങനെ തന്നെ എടുക്കുന്നതാണ്, മറിച്ചിടാതെ. എൻ്റെ കുട്ടികൾ മറിച്ചിടാതെ മുട്ട കഴിക്കില്ല, അതുകൊണ്ട് മറിച്ചിട്ടാണ്. പക്ഷേ നിങ്ങൾക്കൊക്കെ കാണാൻ ഭംഗിക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നതാണെങ്കിൽ ഇതേപോലെ തന്നെ ആയപാട് എടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ, ഹൈ ഫ്ലെയിമിലൊന്നും ആക്കരുത്. ലോ ഫ്ലെയിമിൽ ഇത് ഇത്രയും ആയാൽ തന്നെ എടുക്കാൻ പറ്റും. ഞാൻ തിരിച്ചിട്ട് കൊടുത്തത് കൊണ്ടാണ് ഭംഗിയില്ലാത്തത്. ഈ മുട്ടക്കാമ്പെന്ന് കാണുമ്പല്ലേ ഒരു ഭംഗി. ഒരു മുട്ട കൊണ്ട് 4 ബുൾസൈയൊക്കെ ആക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കൗതുകമാകില്ലേ. ഇനി ഇത് തിരിച്ചിടണം. എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരുന്നു. വേറെ വേറെ ഓരോരോ ഭാഗത്ത് ഇട്ട് കൊടുക്കാത്തതുകൊണ്ടാണ്. ഇതേപോലെ എടുക്കണം. ഞാൻ എടുത്ത ശേഷമാണ് ഓർമ്മിച്ചത് ഇതുപോലെ തന്നെ എടുക്കാനുള്ളൂ എന്ന്. 2 മുട്ട കൊണ്ട് 8 ബുൾസൈ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ തന്നെ എടുത്താൽ മതി, മറിച്ചിടണ്ട കേട്ടാ. എൻ്റെ മറ്റ് വീഡിയോസും കാണാൻ മറക്കല്ലേ. ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ എല്ലാം ഉണ്ട്. ഇത് നമ്മൾ എടുക്കുകയാണ്, ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം, എന്നാലല്ലേ ബുൾസൈക്ക് ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കയ്യിൽ തന്നെ കുരുമുളക് എടുത്തിട്ട് അതിന് മുകളിലേക്ക് വിതറി കൊടുത്താൽ മതി. ഇത് ഇത്രയും ബുൾസൈ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കുരുമുളക് കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് എല്ലാ ഭാഗത്തും വിതറി കൊടുക്കുന്നുണ്ട്. 8 മുട്ടയ്ക്കും വിതറി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി എടുക്കാം, അതും ഇതുപോലെ തന്നെ വിതറി കൊടുക്കാം. ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം. ഇത് നേരെ മറിച്ചിടാത്ത മുട്ടയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.